താൻ്റെ ഈ സോഫയിലേക്ക് ഒന്ന് മാറിയിരുന്നേട്ടാ. ആ സോഫയിലേക്കാ? ഒരു 2.5 മണിക്കൂർ. 2.5 മണിക്കൂർ മതിയാവൂ? അത് മതി. ഓ. അത് മതിയോ? മതിയാവൂ അല്ലേ? എഴുന്നേക്കടാ. കൊള്ളാലോ, പറയണേട്ട സ്വന്തം സാധനമാരുണ്ടല്ലോ. എങ്ങനെ എന്റെ വീട്ടിൽ വലിഞ്ഞേറി വന്നിട്ട് എന്റെ സ്വന്തം ബീമ്പായ കയറി മലനടിച്ച് കിടന്നിട്ട് പറയണ പറച്ചില് കേട്ടാ. നിനക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോടാ? കോഴിക്കോട് നിന്ന് വരുന്നവരെ വലിയ കുഴപ്പമില്ലായിരുന്നു, ഇപ്പൊ വല്ല കുഴപ്പമുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആനന്ദ്, നിങ്ങൾ സംസാരിക്കാൻ പഠിച്ചിരിക്കും. നിങ്ങളും. ഞാൻ സംസാരിക്കുന്ന എന്റെ വീട്ടിൽ ഇരുന്നാ. ഞാൻ സംസാരിക്കുന്ന റോയ്ച്ചന്റെ വീട്ടിൽ നിന്നാ. ആ റോയിച്ചിനെ എന്റെ ചേട്ടനാ. അതൊരു കുറവായി ഞാൻ കാണുന്നില്ല. കുറെ നേരമായാലും ഏണി വെച്ച് കയറുന്നു. നിന്റെ കാലടിയിലെ മണ്ണൊലിച്ചു പോകുന്ന നീ അറിയുന്നില്ല. കോഴിക്കോടുകാരൻ കാലുറപ്പിച്ച മണ്ണ് അങ്ങനെ ഒലിച്ചു പോവില്ല. ആ കാലം ഒടിച്ചു കളഞ്ഞാ ഒലിച്ചു പോവൂ. ഇങ്ങോട്ട് വാടാ, വെച്ച് നീട്ടിത്തരാൻ എന്റെ കാല്. ബയോട്ടിയെ വിളിക്കേണ്ടി വരും എന്നാ തോന്നുന്നത്. ബയോട്ടിയാണോ? ചെല്ലടാ, ചെന്ന് വിളിക്കടാ നിന്റെ ബയോട്ടിയെ. സൂര്യന്റെ പടം കണ്ട് ആരോട് കലിപ്പാവണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ. ചെന്ന് തുറക്കടാ. അങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാൽ മതി. അത് ഞാൻ സൗകര്യം പോലെ ചെന്ന് പറഞ്ഞോളാം. പോയി വാലുറക്കടാ. എടാ, ഞാൻ നിന്റെ സീറ്റിൽ കയറി ഇരിക്കുമെന്ന് പേടിച്ചിട്ടാണെങ്കിൽ വേണ്ട. അതിനെ ടോണി ആനന്ദല്ല. ആ ആനന്ദല്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെറ്റയാണെന്ന് എനിക്ക് മനസ്സിലായി. ആ ഉദ്ദേശത്തിൽ മനസ്സിലായ സ്ഥിതിക്ക് ചെല്ലേ ചെന്ന് തുറക്കും. റോയ്ച്ചനാണെങ്കിൽ നിന്റെ കാര്യം പോക്കാം. എന്നെയൊന്നും പറയില്ലെന്ന് നിനക്കറിയാലോ. പോരാത്തന്നെ ഞാൻ ഇവിടെ ഉറങ്ങുന്ന മാതിരി കിടന്നാ ഇതിന്റെ വർക്ക് നീ മേടിക്കും. ഛേ, സ്വന്തം അനിയന് കൊട്ടേഷൻ കൊടുക്കുന്ന ചേട്ടന്മാരുണ്ടെങ്കിൽ ഇങ്ങനെ വഴി കിടക്കണമാരെ കയറി ഗോളടിച്ചുകൊണ്ടിരിക്കും. എന്താ ചെയ്യാ? ഞാൻ തുറന്നിട്ട് പുറത്തുള്ള ആൾ അകത്തോട്ട് വരില്ല. റോയ്ച്ചനാണെങ്കിൽ മോനെ ടോണി, അയ്യോ എനിക്ക് ഓർക്കാൻ വയ്യ. ഛേ, ഇങ്ങനെ വേദന ബുദ്ധിയില്ലാത്ത ചേട്ടന്മാരെ ആർക്കും കൊടുക്കല്ലേ എന്റെ കർത്താവേ. നീ ചിരിക്കണ്ട. നിനക്ക് നല്ല പശുവും പാലിലും ഉഗ്രം പണി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴും ഇളി നിന്റെ മുഖത്ത് കാണണം കേട്ടാ. കർത്താവേ, ദേ പാർവതി. പാർവതി മാത്രമേ ഉള്ളതോ ശിവനും ഉണ്ടോ? ശിവനല്ലടാ, നിന്റെ ജയറാമേട്ടനാ. എന്താടാ രണ്ടും കൂടി ഇരുന്ന് പരിപാടി? ബെല്ലടിച്ചിട്ട് കുറെ നേരമായല്ലോ. അല്ല, ഒരു സീറ്റിന് വേണ്ടിയുള്ള മത്സരത്തിലാ. ഹായ് ആനന്ദ്. അത് പിന്നെ ഈ സീറ്റിന് വേണ്ടിയുള്ള അവസാന റൗണ്ട് ചർച്ചയായിരുന്നു. സോറി. കൊണ്ടോ? ഇല്ല. സീറ്റോ? ആ സീറ്റേ ഈ ബീം ബാഗിന് വേണ്ടിയിട്ടുള്ള മത്സരത്തിലായിരുന്നു. ഓ. അല്ല, നീ എന്താ ദുബായിൽ നിന്ന് ഇത്രയും പെട്ടെന്ന് വന്നേ? ആഹാ, അപ്പൊ വന്നതല്ലേ കുഴപ്പമായത്? എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നേ? നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആനന്ദേട്ടന് വിഷമാവില്ലേ? ആനന്ദ് ചേട്ടനാ. നിന്റെ വട്ടിന് ഒരു കുറവുമില്ലടാ. നീ ഇങ്ങനെ തന്നെ പറയണം. നീ വന്ന സന്തോഷത്തിൽ ഇത്രയും നേരം നിലനിർത്തിയ സീറ്റ് വരെ വിട്ടുകൊടുത്തിരിക്കുക. എനിക്ക് ഇതന്നെ വേണം. തുടങ്ങി. ഒന്ന് ഈ ചമ്മണം, അല്ലെങ്കിൽ നല്ലോണം തോക്കണം. അപ്പൊ തുടങ്ങും സെന്റി. എന്തോന്നാടാ ആനന്ദേത്? നീ പോടാ അവിടുന്ന്. നിനക്കൊന്നും എന്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവില്ല. നിന്റെ വിഷമങ്ങളവിടെ നിൽക്കട്ടെ. അത് നമുക്ക് ഇവളുടെ വിശേഷങ്ങൾ കേൾക്കാം. പറയടി, എന്താ നിന്റെ ദുബായ് വിശേഷങ്ങൾ? എന്ത് പറയാനാടാ, ഇവിടുന്ന് അവിടെ ചെന്നൊന്ന് റിലാക്സ് ചെയ്യാന്ന് വിചാരിച്ചപ്പോ അമ്മ ഞാൻ അവിടെ ചെന്ന് 3-ാമത്തെ ദിവസം തന്നെ എനിക്ക് അവിടെ ആലോചന തുടങ്ങി. പിന്നെ ഒരു വിധത്തിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ അവിടുന്ന് ഇങ്ങോട്ട് പോന്നു. ഈ അമ്മയുടെ ഒരു കാര്യം, നിന്നെ പിടിച്ച് കെട്ടിച്ചാലേ അവർക്ക് ഇരിക്കപ്പുറത്ത് കിട്ടുള്ളൂ എന്നാ തോന്നുന്നത്. ബാക്കിയുള്ളവരെ സമാധാനം കളയാൻ. എന്നെ അമ്മ പറഞ്ഞുണ്ടല്ലോ. പറയാതെ പിന്നെ നിനക്കൂല്ലേ നിന്റെ ലൈഫിനെ കുറിച്ച് ചില സ്വപ്നങ്ങളൊക്കെ? ഉണ്ടടാ, പക്ഷെ അമ്മയുടെ ആഗ്രഹമല്ലേ പാവം. പിന്നെ നീ ദുബായ് ഞങ്ങൾക്കൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഒക്കെ ഉണ്ട്. കുറച്ചു ദിവസം കൊണ്ട് നീ ആളാകെ മാറിപ്പോയി. താങ്ക് യു. അതിനെന്തിനാ താങ്ക് യു? നീ കോലം കെട്ടുന്ന പറഞ്ഞു. ഡാ ദേ വന്ന് കേറുന്നതിന്റെ മുമ്പ് നീ കട്ടിങ്സ് ഇട്ട് തുടങ്ങാതെ. വന്നതേലേ ഉള്ളൂ, ഒന്ന് സെറ്റ് ആവട്ടെ, എന്നിട്ടാവാ നമ്മുടെ സെക്കൻഡ് റൗണ്ട്. ഓക്കെ? ഈ റൗണ്ട് ഞാൻ കാലക്കും. അയ്യോ, ആ 11 മണിക്കുള്ള ഹോം ഡെലിവറി ക്യാൻസൽ ആയിട്ടാ. ഇത് ഇവരുടെ സ്ഥിരം പണിയാണുള്ളത്. എത്രാമത്തെ പ്രാവശ്യം? ആരടി? അതെ, കുറച്ച് ഹോസ്റ്റൽ പിള്ളേരാ റോയ്ച്ച. ഇന്നലെയും മെനിഞ്ഞാന്നൊക്കെ ഓർഡർ തന്നു. 10 മിനിറ്റ് കഴിയുമ്പോൾ ക്യാൻസൽ ആക്കുകയും ചെയ്യും. അല്ല, ഈ ഫോൺ ആദ്യം വരും അറ്റൻഡ് ചെയ്യുന്നാരാ? ഞാൻ. ക്യാൻസൽ ചെയ്യാൻ വിളിക്കുമ്പോഴോ? ഞാൻ. ആ, അതാ പ്രശ്നം. ഇനി ആ കോള് നമുക്ക് വേണ്ട. കോളർ ഐ ഡിയിൽ ആ നമ്പർ വന്നു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യണ്ട. റോങ് നമ്പർ എന്ന് പറഞ്ഞു വെച്ചേക്ക്. ഓക്കെ. അപ്പൊ ഇത് അവരുടെ നമ്പർ ആയിരുന്നല്ലേ? ഏത് നമ്പർ? ഇതൊക്കെ ഏതൊക്കെ? അവർ എത്ര നമ്പർ വിളിക്കാറുള്ളത്? ഓ മാഡം, നമ്മളെ നമ്പർ അടിക്കാറില്ലേ? ആ നമ്പർ അല്ലാതെ ഫോൺ നമ്പർ അല്ല, മനസ്സിലായ? ആ നമ്പർ. ഇതേത് ഈ നമ്പർ? ഹലോ, ആ പാറു എവിടെന്നാ? വാട്ട് എ സർപ്രൈസ്. എന്താടി, എവിടെന്നവള്? ഡി ഒരു മിനിറ്റ്. റോയ്ച്ച, അവൾ നമ്മുടെ വീട്ടിലെത്തിന്ന്. എടി ഭയങ്കര തന്നെ.
ഹലോ മോളെ പാറു, നീ എപ്പോഴാ എത്തിയത്? ഒറ്റയ്ക്കോ? ശരി, ഞങ്ങൾ ദേ എത്തി. ആ, ഇവിടെ സുനിലുണ്ടല്ലോ. ഓക്കെ ഓക്കെ. പിന്നെ കൊശവന്മാർ റൂമിലുണ്ടോ? എന്നാ ശരി. ഇത് ഭയങ്കര സംഭവമായി പോയി. ഞാനിന്ന് കാലത്ത് അവളെ പറ്റി ആലോചിച്ചോളൂ, അപ്പോഴേക്കും അവളെത്തി. സത്യം? ഇന്ന് കാലത്ത് നമ്മൾ മനസ്സിൽ ഓർക്കണവരൊക്കെ മുമ്പിൽ വരണ ദിവസാ. അതിന് നീ ആരെ കുറിച്ച് ഓർത്തുന്ന? കണ്ടെയ്നർ ബീച്ചിനെ കുറിച്ച് ഓർത്താ ദേ വന്നിട്ടുണ്ട്. ഇവനെ പിന്നെ ആരെങ്കിലും ഇരട്ടപ്പേര് വിളിച്ചു കാണോ എന്തോ. റോയ് ഭായ്, കൈസാ മേരെ ഭായ്? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞതാ നമ്മുടെ മീറ്റിങ്ങിന് ഇവിടെ വെച്ച് വേണ്ടാന്ന്. പിന്നെ എന്തിനാ നീ ഇങ്ങോട്ടേക്ക് വന്നത്? ഭായ്, അതിന്റെ അത്യാവശ്യം വന്നോണ്ടാ. എന്ത് അത്യാവശ്യമാണെങ്കിലും ശരി, നീ പോ, നമുക്ക് പിന്നെ മീറ്റ് ചെയ്യാം. അപ്പോ പാണ്ഡ്യോട് ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ മതിയോ? പാണ്ടി